നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവത മഹാപുരാണം 2-ാം സ്കന്ധം 9-ാമത്തെ അധ്യായം ബ്രഹ്മാവിൻ്റെ വൈകുണ്ഠ ദർശനവും ചതുശ്ലോകി ഭാഗവതവും. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുക ഉവാച ആത്മമായാമൃതേ രാജൻ പരസ്യാനുഭവാത്മന ന കടേതാർത്ഥ സംബന്ധ സ്വപ്നദ്രഷ്ടുരിവാഞ്ചസ. ശ്രീ ശുഗർ പറഞ്ഞു, ഹേ രാജൻ, ആത്മാവ് യഥാർത്ഥത്തിൽ ദേഹസംബന്ധം കൂടാതെ സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്നു. എന്നാൽ അനുഭവസ്വരൂപമായിരിക്കുന്ന ജീവന് സ്വപ്നം കാണുന്നത് പോലെ ദേഹാദി പ്രപഞ്ചത്തോട് അർത്ഥസംബന്ധമില്ല. പരീക്ഷിത് മഹാരാജാവ് ജീവന് ദേഹബന്ധമുണ്ടായത് കാരണത്തോടു കൂടിയോ അല്ലയോ എന്ന് ചോദിച്ചതിന് മറുപടിയാണ് ഇത്. ആത്മാവിന് ദേഹബന്ധം മായാമോഹ നിമിത്തം ഉണ്ടായതാണ്. സ്വപ്നം കാണുമ്പോൾ കാണുന്ന പദാർത്ഥങ്ങൾ യഥാർത്ഥത്തിൽ ഇല്ലാത്തതുപോലെ ദേഹാദി പ്രപഞ്ചവും സത്യമല്ല, ജീവൻ സത്യസ്വരൂപനാണ് എന്ന് സാരം. ബഹുരൂപായിവാഭാതി മായയാ ബഹുരൂപായിവാഭാതി മായയാ ബഹുരൂപയാ രമമാണോ ഗുണേശ്വാസ്യ മമാഹം ഇതി മന്യതേ. അനേക രൂപങ്ങളോട് കൂടിയ മായ നിമിത്തം ജീവൻ ബഹുരൂപൻ എന്ന് തോന്നിപ്പിക്കുന്നു. അതായത് ദേവൻ, മനുഷ്യൻ, ബാലൻ, വൃദ്ധൻ തുടങ്ങി ബഹുരൂപമായിട്ട് തോന്നുന്നതാണ്. ഈ മായയുടെ ഗുണകാര്യങ്ങളായ ശബ്ദാദി വിഷയങ്ങളിൽ രമിക്കുന്നവനായ ജീവൻ ശരീരം ഞാനാണ് എന്നും ഭാര്യാപുത്രാദികൾ എൻ്റേതാണെന്നും വിചാരിക്കുന്നു. ജീവന് മായ നിമിത്തമാണ് സംസാരബന്ധം എന്ന് അർത്ഥം. യർഹിവാവാമഹിം നിസ്യേ പരസ്മിൻ കാലമായോഹോ രമേദഗത സമ്മോഹസ്തോദാസ്തേതോഭയം. കാലത്തിൻ്റെയും മായയുടെയും നിയന്താവായിരിക്കുന്ന സ്വമഹിമാവായിരിക്കുന്ന ഭഗവാനിൽ എപ്പോൾ പരമപ്രേമരൂപമായ ഭക്തി ഉണ്ടാവുകയും അതിൽ രമിക്കുകയും ചെയ്യുന്നുവോ അപ്പോൾ മായയിൽ നിന്ന് ജീവൻ വിമുക്തനാവുകയും ഞാനെന്നും എൻ്റേതെന്നുമുള്ള രണ്ടു ഭാവവും വിട്ട് മുക്തനായി തീരുകയും ചെയ്യുന്നു. അതായത് അജ്ഞാന നിമിത്തമാണ് ബന്ധമുണ്ടാകുന്നത് എന്നും ഭക്തിയോഗം കൊണ്ട് അജ്ഞാനം നശിക്കുമ്പോൾ മോക്ഷം ലഭിക്കുമെന്നും ഇവിടെ വ്യക്തമാക്കുന്നു. ആത്മതത്വവിശുദ്ധ്യർത്ഥം യഥാഹ ഭഗവാൻ ധൃതം ബ്രഹ്മണി ദർശയൻ രൂപം ഹവ്യലീകവ്രതാധൃത. ബ്രഹ്മാവിൻ്റെ തപസ്സിൽ സന്തുഷ്ടനായ ഭഗവാൻ നാരായണൻ ബ്രഹ്മാവിന് ആത്മതത്വം നന്നായി അറിയാൻ വേണ്ടി തൻ്റെ പരമാർത്ഥ സ്വരൂപത്തെ കാട്ടിക്കൊടുത്തിട്ട് ജീവന്മാരുടെ ബന്ധനിവൃത്തിക്ക് വേണ്ടി ഏതൊന്നിനെ ഉപദേശിച്ചുവോ അതിനെ ഞാൻ പറയാം. ജീവന് യഥാർത്ഥ ജ്ഞാനം ഉണ്ടാകാൻ വേണ്ടി തപസ് മുതലായവ കൊണ്ട് ഈശ്വരനെ ഭജിക്കണമെന്ന് ശ്രീനാരായണൻ ബ്രഹ്മാവിനെ ഉപദേശിച്ചു. അതിനാൽ ശ്രീനാരായണനും ബ്രഹ്മാവിനും ദേഹബന്ധമുണ്ട് എന്ന് വരുന്നു. എന്നാൽ ജീവന് ദേഹബന്ധം സംഭവിക്കുന്നത് അവിദ്യ മൂലമാണ്. അവർക്ക് അതിൽ നിന്നും മുക്തനാകാൻ ഭഗവത് ഭജനം ആവശ്യമാണ് എന്നും വരുന്നു. ഈശ്വരൻ ജ്ഞാനസ്വരൂപനായതിനാൽ ഈശ്വരൻ അവിദ്യയില്ല. ഇതാണ് ഇവിടെ ഈശ്വരനും ജീവനും തമ്മിലുള്ള വ്യത്യാസം. സ ആദിദേവോ ജഗദാംബരോ ഗുരു സുധിഷ്ണ്യമാസ്തായ സുശിക്ഷയച്ഛത താംനാദ്യഗച്ഛദൃശമത്ര സമ്മതാം പ്രപഞ്ച നിർമ്മാണ വിദുര്യയാ ഭവേത്. ലോകങ്ങളുടെ ഉത്കൃഷ്ടനായ ഗുരുവും ദേവന്മാരുടെ ആദിഭൂതനുമായ ബ്രഹ്മാവ് തൻ്റെ ഉൽപ്പത്തി സ്ഥാനമായ താമരയിൽ അധിവസിച്ചിട്ട് സൃഷ്ടി നടത്താനുള്ള കാര്യത്തെ പറ്റി ആലോചിച്ചു. പ്രപഞ്ചത്തെ സൃഷ്ടിക്കേണ്ട ക്രമം എങ്ങനെയെന്നുള്ള ജ്ഞാനം എത്ര ആലോചിച്ചിട്ടും ലഭിച്ചില്ല. സ ചിന്തയൻ ദക്ഷരമേകദാംബ സ്യൂപാശൃണോ ദീർഘദിതം ഭജോ വിഭു സ്പർശേഷു യക്ഷോഡശമേകവിംശം നിഷ്കിഞ്ചനാനാം ഹൃദയധനം വിദുഹോ. വിഭുവായ ബ്രഹ്മാവ് സൃഷ്ടി വിഷയത്തെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു നാൾ ജലത്തിന് സമീപം 2 അക്ഷരമുള്ളൊരു വാക്ക് 2 പ്രാവശ്യം പറയപ്പെടുന്നതായിട്ട് കേട്ടു. ഹേ രാജാവേ, ആ വാക്ക് സ്പർശങ്ങളിൽ 16-ാമത്തേതും 21-ാമത്തേതും കൂടി ചേർന്നതാകുന്നു. ആ വാക്കിനെ പ്രാപഞ്ചികമായ എല്ലാ ധനത്തിനെയും ഉപേക്ഷിച്ചവർ ഏറ്റവും വലിയ ധനമായി കരുതുന്നതാണ്. അതായത് ആദിയിൽ പ്രളയജലത്തിൽ ഉയർന്നു വന്ന താമരപ്പൂവിലിരുന്ന ബ്രഹ്മാവ് താനിരിക്കുന്ന താമരപ്പൂവിൻ്റെ ഉൽപ്പത്തി സ്ഥാനം അന്വേഷിച്ചു. വളരെ ദൂരം സഞ്ചരിച്ചു. കാണാതെ മടങ്ങിയെത്തി. താമരയിൽ ഇരുന്ന് താൻ ആരാണ് എന്നും സൃഷ്ടി നടത്തേണ്ടത് എങ്ങനെയെന്നും ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ജലത്തിന് സമീപം ഒരു ശബ്ദം കേട്ടു. ക മുതൽ മ വരെയുള്ള 25 അക്ഷരങ്ങൾക്ക് ആണ് സ്പർശങ്ങൾ എന്ന് പേര്. അതിൽ 16-ാമത്തേതായ തയും
21-ാമത്തെ പായും ചേർന്ന തപ തപ എന്ന് 2 പ്രാവശ്യം കേട്ടു. പ്രാപഞ്ചികമായ എല്ലാ ധനവും ഉപേക്ഷിച്ചിരിക്കുന്നവർ ഏറ്റവും വലിയ ധനമായി ഇതിനെ കരുതുന്നു. അതുകൊണ്ട് അവരെ തപോധനന്മാർ എന്ന് വിളിക്കുന്നു. നിശമ്യതൽ വക്തൃദുക്ഷയാദിശോ വിലോക്യതത്രന്യത പശ്യമാന ത്വദിഷ്ണ്യമാസ്ഥായ വിമുഷ്യതദ്ദിതം തപസ്യുപാദിഷ്ട ഹിവാധദേമന. തപാതപ എന്ന് 2 തവണ കേട്ടപ്പോൾ അത് ആര് പറഞ്ഞു എന്ന് കണ്ടുപിടിക്കാനുള്ള ആഗ്രഹത്താൽ 4 ഭാഗത്തും നോക്കി. അവിടെ അന്യരെ ആരെയും കണ്ടില്ല. വീണ്ടും തൻ്റെ സ്ഥാനത്തെ പ്രാപിച്ചിട്ട് തപസ്സു തന്നെ കാര്യം സാധിക്കാനുള്ള വഴി എന്ന് നിശ്ചയിച്ച് തപസ്സിൽ മനസ്സുറപ്പിച്ചു. ദിവ്യം സഹസ്രാബ്ദമമോഘദർശനോജിത നിലാത്മാ വിജിതോപയേന്ദ്രിയ അതപ്യതസ്മാകില ലോകതാപനം തപസ്തബീയാം സ്തപതാം സമാഹിത. താൻ കേട്ട ശബ്ദത്തിൻ്റെ അർത്ഥം ഗ്രഹിച്ച് ശരിയായ കാഴ്ചയുള്ളവനായി തീർന്ന് ബ്രഹ്മാവ് തപസ് ചെയ്യാൻ ഒരുങ്ങി. പ്രാണവായുക്കളെയും മനസ്സിനെയും അടക്കി ചലിക്കാതെ നിർത്തി ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും അതതിൻ്റെ വിഷയങ്ങളിൽ നിന്നും ഉപസംഹരിച്ചു. തപസ് ചെയ്യുന്നവരിൽ വെച്ച് അത്ഭുതകരമായി തപസ് ചെയ്യാനറിയാവുന്ന ബ്രഹ്മാവ് സകല ലോകങ്ങളെയും ഹൃദയത്തിൽ പ്രകാശിപ്പിക്കത്തക്ക വിധത്തിൽ 1000 ദിവ്യവത്സരം പരിശുദ്ധമായ തപസ് അനുഷ്ഠിച്ചു. തസ്മൈ സരോഗം ഭഗവാൻ സഭാജിത സന്ദർശയാമാസ പരം നയത്പരം വ്യഭേദ സംക്ലേശ വിമോഹ സാധ്വസം സ്വദൃഷ്ടവദ്ഭിർവിബുധീരഭിഷ്ടുതം. ബ്രഹ്മാവിനാൽ പൂജിക്കപ്പെട്ട ശ്രീനാരായണൻ ശോഭനമായ പുണ്യം അധികരിച്ചിട്ടുള്ള ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ടതും ഏറ്റവും ഉത്കൃഷ്ടമായതും അതിനേക്കാൾ ഉത്കൃഷ്ടമായ അന്യസ്ഥാനം ഇല്ലാത്തതും നിശേഷം ശമിച്ചിരിക്കുന്നതുമായ താപങ്ങളും വിമോഹങ്ങളും ഭയങ്ങളും തീരെ ഇല്ലാത്തതുമായ വൈകുണ്ഠം എന്ന സ്വന്തം ലോകത്തെ പ്രത്യക്ഷമായി ബ്രഹ്മാവിന് കാട്ടിക്കൊടുത്തു. പ്രവർത്തതേ യത്ര രജസ്തമസ്തയോ സത്വം ച മിശ്രം നജകാല വിക്രമ നയത്ര മായാകിമുദാ പരേ ഹരേ അനുവ്രതാ യത്ര സുരാസുരാർച്ചിതാഹ. ആ വൈകുണ്ഠത്തിൽ രജസ്സും തമസ്സും അതിനോട് കലർന്ന തത്വഗുണവും പ്രവർത്തിക്കുന്നില്ല. അതിനാൽ കാലശക്തി കൊണ്ടുള്ള നാശവും അതിന് കാരണമായ മായയും അവിടെ ഇല്ല. മായാബന്ധത്താൽ ഉണ്ടാകുന്ന രജസ്തമോ ഗുണങ്ങളും അതിൽ നിന്നുള്ള ക്ലേശങ്ങളും അവിടെ ഇല്ല എന്ന് പിന്നെ പറയേണ്ടതില്ലല്ലോ. സുരന്മാരും അസുരന്മാരും ഒരുപോലെ സ്തുതിക്കുന്നവരായ വിഷ്ണുപാർഷദന്മാരും ഭക്തന്മാരും അവിടെ സുഖമായി വിഹരിക്കുന്നു. ശ്യാമാവതാദാശതപത്രലോചന പിശങ്കവസ്ത്ര സുരുജസ്സുപേശസ സർവേ ചതുർബാഹവ ഉന്മിഷന്മണി പ്രവേഗ നിഷ്കാഭരണ സുവർച്ചസ പ്രവാളവൈഡൂര്യമൃണാളവർച്ചസ പരിസ്ഫുരത് കുണ്ഡലമൗലിമാലിന. ആ പാർഷദന്മാരെല്ലാവരും ശ്യാമളവും നിർമ്മലവുമായ നിറമുള്ളവർ, താമര ദളം പോലുള്ള കണ്ണുകളും മനോഹരമായ കാന്തിയുമുള്ളവർ, മഞ്ഞപ്പട്ട് ധരിച്ചവർ. ഏറ്റവും സൗന്ദര്യമുള്ള അവർക്കെല്ലാം 4 കൈകളാണുള്ളത്. രത്നം പതിച്ച സ്വർണ്ണ പതക്കങ്ങളും വൈഡൂര്യം, പവിഴം, താമരത്തണ്ട് എന്നിവയുടെ കാന്തി അണിഞ്ഞവരുമാണ്. അധികം ശോഭിക്കുന്ന കർണാഭരണങ്ങളും ശിരോമാലകളും അവർക്കുണ്ട്. പ്രാജിഷ്ണുഭിർയപ്പരിതോ വിരാജതേ ലസദ്വിമാനാവലിഭിർ മഹാത്മനാം വിദ്യോതമാന പ്രമദോത്തമാദ്യുഭി സവിദ്യുതഭ്രാവലിഭിർ യഥാനഭ. ആ വൈകുണ്ഠലോകം മഹാത്മാക്കൾ ഇരിക്കുന്ന പ്രകാശമാനമായ വിമാനനിരകളാൽ 4 ഭാഗത്തും ശോഭിക്കുന്നു. അതിസുന്ദരികളായ സ്ത്രീകളുടെ കാന്തികളാൽ ആ ലോകം മിന്നൽ പ്രകാശമുള്ള മേഘനിരകൾ നിറഞ്ഞ ആകാശം പോലെ വിരാജിക്കുന്നു. ശ്രീയത്ര രൂപിണ്യുരുകായ പാദയോ കരോതിമാനം ബഹുധാ വിഭൂതിഭിഃ പ്രയംകംഷിതായ കുസുമാകരാനുഗേർ വിഗീയമാന പ്രിയകർമ്മഗായതി. അതിസുന്ദരിയായ ലക്ഷ്മി ഭഗവതി നാനാവിഭവങ്ങൾ കൊണ്ട് പല പ്രകാരത്തിൽ പൂജ ചെയ്യുന്നു. അതായത് ഊഞ്ഞാലിൽ ഇരിക്കുന്ന ആ ശ്രീദേവിയെ വസന്തകാലത്തിൻ്റെ അനുയായികളായ കുയിൽ, വണ്ട്, കിളി മുതലായവർ സ്തോത്രം ചെയ്യുന്നുണ്ട്. എങ്കിലും തൻ്റെ പ്രിയതമനായ പരമപുരുഷന്റെ വൈഭവങ്ങളെ ദേവി പാടിക്കൊണ്ടിരിക്കുന്നു. ദദർശതത്രാഖില സത്വതാംപതിം ശ്രീയപ്പതിം യജ്ഞപതിം ജഗൽപതിം സുനന്ദനന്ദപ്രബലാർഹണാദിഭി സ്വപാർഷദമുഖ്യേ പരിസേവിതം വിഭും. സകല ഭക്തന്മാരെയും പാലിക്കുന്നവനും ലക്ഷ്മീപതിയും യജ്ഞപതിയും ജഗത്തിൻ്റെ പരിപാലകനും പ്രഭുവുമായ ഭഗവാനെ സുനന്ദൻ, നന്ദൻ, പ്രബലൻ, അർഹണൻ മുതലായ പാർഷദമുഖ്യന്മാർ പരിസേവിച്ചു കൊണ്ടിരിക്കുന്നു.
ഭൃത്യപ്രസാദാഭിമുഖം ദൃഗാസവം പ്രസന്നഹാസാരുണലോചനാനനം കിരീടിനം കുണ്ടലിനം ചതുർഭുജം പീതാംബരം വക്ഷസിലക്ഷിതം ശ്രിയാ. ഭൃത്യന്മാരുടെ നേരെ അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്ന ഭാവത്തോടുകൂടിയും മദ്യം പോലെ മതിപ്പിക്കുന്ന നേത്രമാകുന്ന ആസവത്തോടു കൂടിയവനും പ്രസന്നമായ ഹാസവും അരുണമായ കണ്ണുകളുമുള്ള മുഖത്തോടു കൂടിയവനും കിരീടം ധരിച്ചവനും ശ്രേഷ്ഠങ്ങളായ കുണ്ടലങ്ങൾ അണിഞ്ഞവനും 4 കൈകളുള്ളവനും മാരടത്തിൽ ലക്ഷ്മി ഭഗവതി അധിവസിക്കുന്നവനും അദ്യർഹണീയാസനമാസ്ഥിതം പരം വൃതം ചതുഷോഡശ പഞ്ചശക്തിഭി യുക്തം ഭഗൈസോരിതരത്ര ചാദ്രുവേ സ്വയേവതാമൻ രമമാണമീശ്വരം. പൂജ്യമായ ആസനത്തിൽ അധിവസിക്കുന്നവനും പരമശ്രേഷ്ഠനും 4, 16, 5 എന്നീ ശക്തികളാൽ ചുറ്റപ്പെട്ടവനും അന്യസ്ഥാനങ്ങളിൽ ഉറച്ചു നിൽക്കാതെ ഏത് കാലത്തും തന്നെ വിട്ടുപോകാതെ നിൽക്കുന്ന ഗുണങ്ങളാൽ പരിപൂർണനും സ്വന്തം മഹിമാവിൽ രമിക്കുന്നവനുമായ ഈശ്വരനെ ബ്രഹ്മാവ് കണ്ടു. വൈകുണ്ഠത്തിലെ ബ്രഹ്മാവിന് ദൃശ്യമായ ഭഗവത് വിഭൂതികളെക്കുറിച്ചാണ് ഈ 3 ശ്ലോകങ്ങളെ കൊണ്ട് വർണ്ണിച്ചത്. അതായത് ഭഗവാന്റെ പൂജ്യമായ ആസനം, കാലത്തിൻ്റെ പ്രതിനിധിയായ അനന്തൻ, 4, 16, 5 ശക്തികൾ, പ്രകൃതി, പുരുഷൻ, അഹങ്കാരം, മഹത്വത്വം എന്നീ 4 തത്വങ്ങൾ, മനസ്സുൾപ്പെടെ 11 ഇന്ദ്രിയങ്ങളും 5 ഭൂതങ്ങളും ചേർന്ന 16 സ്വരൂപ ശക്തികൾ, ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നിവ 5 തന്മാത്രകളുടെ ശക്തി. തദ്ദർശനാഹ്ലാദപരിപ്ലുതാന്തരോ ഹൃഷ്യത്തനു പ്രേമപരാശ്രുലോചന നനാമപാദാംബുജമസ്യ വിശ്വസൃക് യത്പാരമഹംസ്യേന പദാധിഗമ്യതേ. ആ ഭഗവാന്റെ ദർശനം കൊണ്ട് ആഹ്ലാദം നിറഞ്ഞ മനസ്സോടുകൂടിയവനും സന്തോഷം കൊണ്ട് രോമാഞ്ചമണിഞ്ഞവനും പ്രേമാധിക്യം നിമിത്തം അശ്രുക്കൾ നിറഞ്ഞ കണ്ണുകളോട് കൂടിയവനുമായ ബ്രഹ്മാവ് പരമഹംസന്മാർ പ്രാപിക്കുന്ന ആ പരമപുരുഷന്റെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിച്ചു. തം പ്രീയമാണം സമുപസ്ഥിതം തഥാ പ്രജാവിസർഗേ നിജശാസനാർഹണം ബഭാഷ ഈശസ്മിതശോജിഷാഗിര പ്രിയം പ്രീതമനാകരേ സ്പൃശൻ. തന്നിൽ പ്രീതിയുള്ളവനും ഭക്തിയോടെ സമീപത്ത് നിൽക്കുന്നവനും ലോകസൃഷ്ടി ചെയ്യണമെന്നുള്ള തൻ്റെ ആജ്ഞയെ നിർവഹിക്കാൻ പരമയോഗ്യനും പ്രേമയുക്തനുമായ ബ്രഹ്മാവിൻ്റെ കയ്യിൽ സ്പർശിച്ചുകൊണ്ട് സന്തോഷസൂചകമായി മന്ദഹാസത്തോടെ ഇങ്ങനെ പറഞ്ഞു. ഇവിടെ ഭഗവാന് ബ്രഹ്മാവിൻ്റെ തപസ്സിൽ അത്യന്തം പ്രീതിയുണ്ട്. ലോകസൃഷ്ടി നടത്താനുള്ള ജ്ഞാനം നേടാനാണ് ബ്രഹ്മാവ് നിൽക്കുന്നത്. സ്നേഹസൂചകമായി ബ്രഹ്മാവിൻ്റെ കയ്യിൽ ഭഗവാൻ സ്പർശിച്ചത് ആ ജ്ഞാനം സ്പർശത്തിലൂടെ പകർന്നു നൽകാനായിരിക്കാം എന്ന് സാരം. ഇനി ഭഗവാനുവാച എന്ന ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നമസ്കാരം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം തത്സത്.